ഖത്തറിൽ നമ്മൾ വന്നതിന് ശേഷം എവിടേക്ക് പോയാലും കാണുന്ന ഒരു പ്ലേസാണ് അൽബിദ പാർക്ക്. ഖത്തറിൽ നമുക്ക് മെയിനായിട്ട് ഗൈഡൻസ് തന്നുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു ക്ലോസ് റിലേറ്റീവാണ്. പക്ഷേ ഈ ദിവസം അവർ അവൈലബിൾ അല്ലായിരുന്നു, അവർക്ക് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും ഫാമിലിയും കൂടെ തനിച്ചാണ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. റൂമിന് വെളിയിലെത്തിയൊരു യൂബർ വിളിച്ച് നേരെ ഞങ്ങൾ പോയത് അൽബിദ പാർക്കിലേക്കാണ്. അവിടെ ഖത്തർ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഈ അൽബിദ പാർക്ക് എന്ന് പറയുന്നത് ഏകദേശം 2.5 കിലോമീറ്ററിൽ നീണ്ടു കിടക്കുന്ന ഒരു പാർക്കാണ്. ഏകദേശം 8ഓളം പ്ലേ ഗ്രൗണ്ട്സ് വരും. 17,45,000 സ്ക്വയർ മീറ്റേഴ്സ് ആണ് ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഈ പാർക്കിന്റെ നവീകരണവും എനിക്ക് തോന്നുന്നു QNV 2030യുടെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. ഖത്തർ നാഷണൽ വിഷൻ 2030 ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ നടക്കുന്ന പല ഡെവലപ്മെന്റുകളും നടന്നു പോകുന്നത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് സിറ്റിയാണ് QNV 30 വഴി അവർ ലക്ഷ്യമിടുന്നത്. അൽബിദ പാർക്കിന്റെ ഒരു വെബ്സൈറ്റ് തന്നെ ഇവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ നമ്മൾ കയറുകയാണെങ്കിൽ എന്തെങ്കിലും എക്സ്പോസോ അല്ലെങ്കിൽ ഫംഗ്ഷൻസോ അൽബിദ പാർക്കിൽ നടപ്പുണ്ടെങ്കിൽ അത് നമുക്കറിയാം. അതുപോലെ തന്നെ പാർക്കിൽ നമ്മൾ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. പാർക്കിൻ്റെ ഒരു മാപ്പും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അൽബിദ പാർക്കിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് നോക്കി ഡീറ്റെയിൽസ് എല്ലാം കണ്ടതിന് ശേഷം വരണം എന്ന് ഞാൻ പറയുന്നു. ഞാനും ഫാമിലിയും ഏകദേശം 11:30 കൂടിയാണ് പാർക്കിലെത്തിയത്. പക്ഷേ എനിക്കൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അവിടെ നിന്നപ്പോൾ തന്നെ വളരെ ചൂട് തോന്നി. കാരണം എൻ്റെ കൂടെ കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞിന് ആ ചൂട് സഹിക്കാൻ പറ്റാതെ അവൻ കരയാൻ തുടങ്ങിയതോടുകൂടി ഞാൻ പയ്യെ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഞങ്ങൾ നേരെ അവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. കാരണം ഇന്ന് മുഴുവൻ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഞാൻ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. അത് പക്ഷേ ഒരു വണ്ടർഫുൾ ഡിസിഷൻ ആയിരുന്നു. കാരണം ഖത്തറിലെ ഏറ്റവും ഫൈനസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഖത്തർ മെട്രോ. ഈ ഖത്തർ മെട്രോയുടെ ഡിസൈനും കൺസ്ട്രക്ഷനും എല്ലാം ഈ QNV 2030 മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതാണ്. 2013 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. 2019 അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ഏകദേശം വേൾഡ് കപ്പ് മുന്നിൽ കണ്ടിട്ടാവണം അങ്ങനെ അവർ ചെയ്തത്. ടോട്ടൽ 3 ലൈനുകളിൽ 37 സ്റ്റേഷനോളം വരുന്ന ഒരു മെട്രോ ആണ് ഖത്തർ മെട്രോ. ഏകദേശം 4 നിലയോളം മണ്ണിനടിയിലേക്കാണ് ഖത്തർ മെട്രോ ബിൽഡ് ചെയ്തിരിക്കുന്നത്. തന്നെയുമല്ല, നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കാണുന്ന മെട്രോ സ്റ്റേഷൻ പോലെയല്ല. മെട്രോയ്ക്കുള്ളിലേക്ക് നമ്മൾ കയറുന്നത് ഒരു ലിഫ്റ്റിലോട്ട് കയറുന്നത് പോലെയാണ്. മെട്രോ റെയിലോ ഒന്നും കാണാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു ലിഫ്റ്റ് ഓപ്പണിംഗ് പോലെ ഒരു ഡോർ ഓപ്പൺ ചെയ്യും, നമ്മൾ നേരെ മെട്രോ ട്രെയിനിൻ്റെ ഉള്ളിലോട്ടാണ് കയറുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാം ഓട്ടോമേറ്റഡ് മെട്രോയാണ്, കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ട്രെയിൻ പോലും, അതായത് നമ്മുടെ ഈ മെട്രോ ട്രെയിൻ പോലും ഓടുന്നത് ഓട്ടോമേറ്റഡ് ആയിട്ടാണ്. അതിൽ ഡ്രൈവർലെസ് ആണ്. ഈ ഖത്തർ മെട്രോയുടെയും ഒരു വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എവറി ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് ടൈം, ക്ലോസിംഗ് ടൈം, അതുപോലെ പാസിൻ്റെ നിരക്കുകൾ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ദിവസത്തേക്കുള്ള പാസ്സാണ്. 6 ഖത്തർ റിയാലാണ് ഒരാൾക്ക് ഒരു ദിവസത്തേക്ക്. ഒരു ദിവസത്തേക്കുള്ള പാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതേ ദിവസം എവിടേക്ക് വേണേലും യാത്ര ചെയ്യാം. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മെട്രോ സ്റ്റേഷനിൽ നിന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഖത്തർ മെട്രോ. മെട്രോയിൽ കയറി വീട്ടിലെത്തിയിട്ട് ഞാൻ വൈകുന്നേരമായപ്പോൾ ഈ ചൂടെല്ലാം മാറിയതിന് ശേഷമാണ് പിന്നെ പുറത്തോട്ടിറങ്ങിയത്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഡൗൺ ടൗണിലോട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നടക്കുന്ന വഴി തന്നെ നമുക്ക് ദോഹ ഒയാസിസ് എന്ന് പറയുന്ന ഒരു മാൾ കാണാം. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ദോഹ ഒയാസിസ് ദോഹയിലെ തന്നെ ഏറ്റവും വലിയ മാളുകളിലൊന്നാണ്. ഈ മാളിൻ്റെ ഉള്ളിൽ ഒരു ഇൻഡോർ തീം പാർക്ക് ഉണ്ട്. അവിടുത്തെ പ്രവേശന ഫീസ് ഏകദേശം 5,000 റുപ്യോളം വരുമെന്ന് തോന്നുക. അതുപോലെ തന്നെ ഖത്തറിലെ സിഗ്നൽ സിസ്റ്റം നിങ്ങൾ നോക്കിയാൽ അറിയാം. നമ്മുടെ നാട്ടിലെ പോലെ ആർക്കും റെഡ് ലൈറ്റ് ക്രോസ് ചെയ്യാനുള്ള ഒരു തിരക്കുമില്ല. എല്ലാവരും ട്രാഫിക് റൂളുകൾ മാക്സിമം പാലിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഒരു റെഡ് ലൈറ്റ് ക്രോസ് ചെയ്താൽ തന്നെ നാട്ടിലെ ഏകദേശം 1 ലക്ഷം രൂപയോളം ഫൈൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഹെവി ഫൈൻ ഉള്ളത് കൊണ്ടായിരിക്കാം, പിന്നെ ഇവർ ശീലിച്ചത് കൊണ്ടുമായിരിക്കാം, ഇവിടെ ആരും അങ്ങനെ ട്രാഫിക് റൂൾസ് അധികം വയലേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. റാഷ് ഡ്രൈവിംഗ് കണ്ടിട്ടുണ്ട്, പക്ഷേ ട്രാഫിക് ഇതുപോലെ റെഡ് ലൈറ്റ് വയലേഷൻ അങ്ങനെയുള്ള വയലേഷൻസ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഈ റോഡുകൾ ക്രോസ് ചെയ്ത് നമ്മൾ മുഷറിഫ് ഡൗൺ ടൗണിലെത്തി. അവിടെ ഡൗൺ ടൗണിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് സൈൻ ബോർഡ്സ് കാണാം, ട്രാമിൻ്റെ സൈൻ ബോർഡും കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്, അതൊരു കളർ ചേഞ്ചിങ് ഫൗണ്ടനാണ്, വാട്ടർ ഫൗണ്ടനാണ്. പിന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ബോർഡും നമുക്ക് കാണാം. ഈ അഡ്വർടൈസ്മെൻറ്റ് ബോർഡ് ഖത്തറിലൊരു ഇൻട്രസ്റ്റിംഗ് തിങ് ആണ്. കാരണം നിങ്ങൾക്ക് വേറെ എവിടെയും അഡ്വർടൈസ്മെൻറ്റ് കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഫ്ലെക്സ് വെച്ചതായിട്ടോ നോട്ടീസുകളോ ഒന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ ആകെ ഇവിടെ കണ്ടിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് ബോർഡ്സ് എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്തിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് ബോർഡുകൾ മാത്രമേ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ബോർഡുകളും കാണാൻ സാധിക്കില്ല. അതുപോലെ നമുക്കിവിടെ കുറച്ച് ആളുകൾ ട്രാം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം. അങ്ങനെ ട്രാം വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ഈ ഇവിടുത്തെ ഫ്ലോർ എന്ന് പറയുന്നത് നാട്ടിലെ പോലെ ടാറിങ് അല്ല, ഒരു സ്റ്റോൺ ആണ്. സ്റ്റോൺ നമ്മുടെ നാട്ടിലെ കരിങ്കൽ പോലുള്ള എന്തോ ഒരു കല്ലാണ് പതിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പെഡസ്ട്രിയൻ വാക്ക് വേ എന്ന് പറയുന്നതും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നപ്പോൾ അധികം തിരക്കില്ലാത്തൊരു ട്രാം വന്നു, നമ്മളതിൽ കയറി. ഞാൻ ട്രാമിൻ്റെ ഏറ്റവും പുറകിലത്തെ സീറ്റാണ് പിടിച്ചത്. കാരണം അവിടെ ഒരു വലിയ വിൻഡോ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഈ
ഡൗൺ ടൗൺ മൊത്തം ഈ ട്രാമിലിരുന്ന് തന്നെ കാണാൻ സാധിക്കും. നടന്നു കാണുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നല്ല ദൂരമുണ്ട്. ഈ ട്രാം പോകുന്ന വഴിയെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എങ്ങും ഒരു തരത്തിലുള്ള അഡ്വർടൈസ്മെൻ്റ് ഇല്ല. അതുപോലെ തന്നെ സ്ട്രീറ്റെല്ലാം വളരെ ക്ലീനാണ്, പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ആണ്. അതുപോലെ ധാരാളം സെക്യൂരിറ്റികളെ നിങ്ങൾക്ക് കാണാം. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, വഴി അറിയാൻ വയ്യാതെ വരികയോ അല്ലെങ്കിൽ മറ്റെന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് അവരുടെ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. വളരെ വെൽ പ്ലാൻഡ് ആയിട്ട്, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഡൗൺ ടൗൺ ആണ് മുഷറിഫ് ഡൗൺ ടൗൺ. ഈ മുഷറിഫ് ഡൗൺ ടൗണും വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ഡൗൺ ടൗൺ ആണ്. ലോകത്തിലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഫസ്റ്റ് ഡൗൺ ടൗൺ ആണ് മുഷറിഫ് ഡൗൺ ടൗൺ. എക്കോ ഫ്രണ്ട്ലി ആയി, പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ആയി, ഗ്രീൻ ബിൽഡിങ്സ്, റിന്യൂവബിൾ എനർജി സോഴ്സസ്, എഫിഷ്യൻറ്റ് വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഓട്ടോമേറ്റഡ് ബിൽഡിങ്സ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഏരിയയാണ് മുഷറിഫ് ഡൗൺ ടൗൺ. മുഷറിഫ് ഡൗൺ ടൗണിൽ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ഹെറിറ്റേജ് പ്രിസർവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതായത് ഖത്തറിൻ്റെ റിച്ച് ആയിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജും ആർക്കിടെക്ചറൽ ഐഡൻറ്റിറ്റിയും അവർ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഡൗൺ ടൗൺ നിർമ്മിച്ചിരിക്കുന്നത്. ഈ മുഷറിഫ് ഡൗൺ ടൗണിൽ നമുക്ക് ധാരാളം റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ ഫ്രാഞ്ചൈസികൾ, അതുപോലെ തന്നെ ബ്രാൻഡഡ് സ്റ്റോറുകൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വർക്ക് സ്പേസുകൾ, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഫീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇവർ ഈ മുഷറിഫ് ഡൗൺ ടൗണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. മിക്സഡ് യൂസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഡൗൺ ടൗണിൻ്റെ ഒരു ഭാഗത്ത് വെതർ ഫോർകാസ്റ്റ് നമുക്ക് കാണാം. ഏകദേശം ഒരു വീക്കിലേക്കുള്ള ഫുൾ ഫോർകാസ്റ്റ് അവർ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രാം നമ്മളെ ഫുള്ളായിട്ടൊന്ന് ഡൗൺ ടൗൺ ചുറ്റി കാണിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ ഇറക്കി വിട്ടു. ട്രാം ഫ്രീ ആയിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ട്രാമിലുള്ള യാത്ര എൻറ്റയർലി ഫ്രീ ആണ്, നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇപ്പോൾ നമ്മൾ പോകുന്നത് സൂക്ക് വാക്കിഫിലോട്ടാണ്. ഇത് രണ്ടും സെയിം ഡേ ഷൂട്ട് ചെയ്ത വീഡിയോ അല്ല കേട്ടോ. ഞാൻ ഈ സൂക്ക് വാക്കിഫ് രണ്ടാമത്തെ ദിവസമാണ് പോയത്. ഈ സൂക്ക് വാക്കിഫ് എന്ന് പറയുന്നത് ഖത്തറിലെ തന്നെ ഏറ്റവും ഫേമസും വൈബ്രൻറ്റും ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഈ സൂക്കിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഡിസൈൻ നമുക്ക് മനസ്സിലാവും. പഴയ വുഡൻ ഡോർസ്, അതുപോലെ ചെളി കൊണ്ടുണ്ടാക്കിയ കട്ടകൾ വെച്ചുണ്ടാക്കിയ ഭിത്തികൾ, തറ നമ്മൾക്ക് നോക്കിയാൽ അറിയാം ഒരുതരം കല്ലാണ് ഇവർ പാകിയിരിക്കുന്നത്. ഇതെല്ലാം പഴയ ഖത്തറി ആർക്കിടെക്ചറാണ്. അതുപോലെ ഡിഫറെൻ്റ് ഐറ്റംസ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഒരുപാട് ചിത്രങ്ങൾ, അതുപോലെ പണ്ട് ഇവർ ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള ബെൽറ്റുകൾ, വിളക്കുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഖത്തറിൻ്റെ ഹെറിറ്റേജുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് സുവനീറായിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇവരിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിഫ വേൾഡ് കപ്പിന് ശേഷമായിരിക്കണം ഒരുപാട് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള സുവനീഴ്സും ഇവർ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സൂക്ക് വാക്കിഫ് എന്നുള്ള വേർഡിൻ്റെ തന്നെ അർത്ഥം എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് മാർക്കറ്റ് എന്നാണ്. സൂക്ക് വാക്കിഫിലാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ലോക്കലൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ വരുന്നതും അതുപോലെ ടൂറിസ്റ്റുകൾ വരുന്നതും എല്ലാം ഒരു ഇൻട്രാക്ഷൻ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സൂക്ക് വാക്കിഫാണ്. ഇവിടെയും ഓപ്പൺ ആയിട്ടുള്ള മ്യൂസിക് കൺസേർട്ടുകൾ, അങ്ങനെ പലതരം ഈവൻറ്റ്സ് നടക്കാറുണ്ട്. ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്, കാരണം നമ്മൾ വണ്ടിയിലൊക്കെയാണ് വരുന്നതെങ്കിലും നമ്മളുടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഇവിടെ തന്നെയുണ്ട്. സൂക്ക് വാക്കിഫിൻ്റെ നടുക്ക് നമുക്കൊരു ഗോൾഡൻ നിറത്തിലുള്ളൊരു തമ്പ് കാണാം. ഈ തമ്പിൻ്റെ അടുത്ത് തൊടാനും അതിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാനുമായിട്ട് ഒരുപാട് പേർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൂക്ക് വാക്കിഫിൽ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് കാലത്ത് ഖത്തറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മാർക്കറ്റുകളിൽ ഒന്നായിരുന്നു സൂക്ക് വാക്കിഫ്. ഇവിടെ ആൾക്കാർ സ്പൈസസ് വാങ്ങാനും അതുപോലെ ടെക്സ്റ്റൈൽസ്, പേൾസ്, അതുപോലെ ലൈഫ് സ്റ്റോക്ക്, ഈ പറയുന്ന ഒട്ടകം, കുതിര തുടങ്ങിയ ജീവികളെ വാങ്ങാനും വിൽക്കാനും എല്ലാം വന്നിരുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു സൂക്ക് വാക്കിഫ്. ഇവിടുത്തെ പല ബിൽഡിങ്ങുകളും നമുക്ക് നോക്കിയാൽ അറിയാം ചെളി കൊണ്ടുള്ള കട്ട വെച്ചുണ്ടാക്കിയതാണ്. അവർ അതൊന്നും റെനോവേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും അമ്യൂണിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സൗകര്യങ്ങൾ അവർ ആഡ് ചെയ്തു, പക്ഷേ അതൊന്നും പൊളിച്ച് കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ ഒരു ഫീൽ നമുക്കിവിടെ കിട്ടും. നാരോ ആയിട്ടുള്ള ആലി വേസ് എല്ലാം നല്ല രസമായിട്ട് തന്നെ അവർ ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് മൃഗങ്ങളുടെ തോല് നമുക്കിവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കാൻ സാധിക്കും. അതുപോലെ തോക്കിൻ്റെ മോഡലുകൾ, വിവിധ തരത്തിലുള്ള തോക്കിൻ്റെ മോഡലുകൾ, പണ്ട് കാലത്ത് ഈ ഡെസേർട്ടിൽ ഇവർ ഹണ്ടിങ്ങിന് ഉപയോഗിച്ചിരുന്ന തോക്കിൻ്റെ മോഡലുകൾ, ക്രാഫ്റ്റ് വർക്കുകൾ, ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും.
എൻ്റെ അഭിപ്രായത്തിൽ ഖത്തറിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഒന്ന്, ഖത്തർ മെട്രോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഖത്തർ മെട്രോയിൽ ഒരു ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണം. അതൊരു നല്ല അനുഭവമാണ്. രണ്ടാമത്തത് മുഷറിഫ് ഡൗൺ ടൗൺ. ആ ഡൗൺ ടൗൺ ഒന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. പിന്നെ മൂന്നാമത്തത് സൂക്ക് വാക്കിഫ്. വൈകുന്നേരങ്ങളിൽ ഈ സൂക്ക് വാക്കിഫിൽ ഫ്രീ ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഡിഫറെൻറ്റ് കുസീൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഖത്തറി സുവനീഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഖത്തറിലെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ഗുഡ് ബൈ.